ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ ശ്രീ തരമംഗലത്തത്തേവരേ ശരണം ശ്രീ ദക്ഷിണാമൂർത്തി ശരണം സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 10-ാം അധ്യായവും 11-ാം അധ്യായവും കൂടിയിട്ട് വായിക്കാം. 2 അധ്യായങ്ങളിലും കൂടിയിട്ട് 75 ശ്ലോകമാണ് ഉള്ളത്. 36-ഉം 39-ഉം രണ്ടും കൂടിയാലേ ഒരു അധ്യായമായിട്ട് വരൂ എന്നാണ് പറയുക. പ്രഥമസ്കന്ധത്തിൽ 19 അധ്യായം ഉണ്ട്. അത് 18 അധ്യായം എന്ന നിലയ്ക്കാണ് വിന്യാസം ചെയ്തിരിക്കുന്നത്. 2 അധ്യായമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വായിക്കുമ്പോഴും 2 അധ്യായം കൂട്ടിയിട്ട് വേണം വായിക്കാനായിട്ട്. അതുപോലെ ചില അധ്യായങ്ങൾ പ്രത്യേകമായിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഈ യജ്ഞപത്നി ഉദ്ധരണം, അങ്ങനെ അതിൻ്റെ തൊട്ട് മുന്നത്തെ അധ്യായവും അമ്മയെ മറ്റേ ഈ വസ്ത്രാപഹരണം അത് കൂട്ടി വായിക്കണം. അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. അതൊക്കെ അതാത് സ്ഥലങ്ങളിൽ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുസ്തകത്തിൽ ഞാനതൊക്കെ എന്തുകൊണ്ട് എന്നൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ ഒരു യാത്രയാണ്. ഭഗവാന്റെ ഹസ്തിനാപുരത്തു നിന്ന് സന്തോഷമായിട്ടുള്ളൊരു യാത്രയാണ്. വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു പാണ്ഡവർക്ക്. ചക്രവർത്തിയായിട്ട് രാമരാജ്യം പോലെ ഭരിക്കാനുള്ള അവകാശങ്ങളൊക്കെ കൊടുത്തു. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഭഗവാനാൽ ചെയ്യപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. യുദ്ധം കഴിഞ്ഞാൽ അതിൻ്റേതായ ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉദകക്രിയ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിണ്ടം വെച്ചു എന്നർത്ഥം. 3 അശ്വമേധ യാഗങ്ങളെ ചെയ്തു. പരീക്ഷിത്ത് ജനിച്ചു. അപ്പോൾ വംശം നിലനിർത്തുക എന്നത് അവിടെ സാധിച്ചു. എല്ലാവരെയും സമാധാനിപ്പിക്കുക, കുന്തിയെ സമാധാനിപ്പിക്കുക, യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കുക, ഭീഷ്മർക്ക് മുക്തി കൊടുക്കുക, ഇങ്ങനെ അനവധി സന്ദർഭങ്ങൾ ഈ സമയത്ത് ഭഗവാൻ സർവസമ്മതനായിക്കൊണ്ട് ചെയ്തു കൊടുത്തു. ലോകം മുഴുവൻ കൃഷ്ണനെയും ഒരേപോലെ തന്നെ ഈ യുധിഷ്ഠിരനെയും പാണ്ഡവരെയും അനുമോദിച്ചുകൊണ്ട്, ഋഷികളായാലും വേണ്ടില്ല, പൗരന്മാരായാലും വേണ്ടില്ല, ദേവകളും ഈ 3 വിഭാഗമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്. പിന്നെ പശുവർഗ്ഗങ്ങളാണ്. അത് പാണ്ഡവരുടെ കാലത്ത്, ഈ യുധിഷ്ഠിരൻ്റെ ഈ ഭരണകാലത്ത് രാമരാജ്യം പോലെയാണ്. മഴ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ, ഋതു തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ, ഭൂമി ധാരാളം വിളവുകൾ തരിക, അതേപോലെ എല്ലാവരുടെ മനസ്സിനും ശാന്തി ഉണ്ടാവുക, ദുഷിച്ച ചിന്തകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുക, രോഗം വരാതിരിക്കുക, അകാല മൃത്യു ഇല്ലാതിരിക്കുക, അനപത്യത പോലെയുള്ള ദുഃഖങ്ങൾ ഇല്ലാതിരിക്കുക. അകാല മൃത്യു ഇല്ലാത്തതുകൊണ്ട് വൈധവ്യം ഉണ്ടാവില്ല, ചാപിള്ള പോലെയുള്ള ജന്മം ഉണ്ടാവില്ല, സന്താനം എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. സർവ്വസമൃദ്ധി ആയതുകൊണ്ട് ദുഃഖമില്ല. എല്ലാ വേദം വിധിച്ചതായിട്ടുള്ള ചടങ്ങുകൾ, യാഗ, പൂജ, ഹോമ, വ്രതാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ദേവകളും പ്രീതരാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടും. അപ്പോൾ ഭരണവും ജനങ്ങളും പ്രകൃതിയും അതിനെ നയിക്കുന്നതായിട്ടുള്ള ദേവതകളും ഒരേപോലെ സംപ്രീതരായാൽ മാത്രമേ എല്ലാവർക്കും ശാന്തിയും സമാധാനവും കിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല. ആധി ഭൗതികം, ആധി ആത്മികം, ആധി ദൈവികം, ഇത് 3ഉം ഇല്ലാതെ കണ്ട്, ശോകത്രയങ്ങളും ഇല്ലാതെ കണ്ട്, ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി ഇതൊന്നും ഉണ്ടാവില്ല. പഞ്ചക്ലേശങ്ങൾ, സപ്തവ്യസനങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. സങ്കുചിതത്വം ഒഴിവാക്കുക, കിട്ടിയതിനെ എല്ലാവർക്കുമായിട്ട് വീതം വെച്ച് കൊടുക്കുക. ഭഗവാനാൽ തരപ്പെട്ടതാണ് ഇത് എല്ലാവർക്കുമായിട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ വന്നതും ഒറ്റയ്ക്കാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ ആരോ ഉണ്ടാക്കിയതാണ്. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ശേഷം വരുന്നതായിട്ടുള്ള ആരൊക്കെയോ ഇത് അനുഭവിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കണം.
അപ്പോൾ അപ്പം ഉപേക്ഷിക്കേണ്ടത് അപ്പം ഉപേക്ഷിച്ചാൽ, മരണസമയത്ത് ഉപേക്ഷിക്കേണ്ടത് അന്നന്ന് കിട്ടിയത് ഇങ്ങനെ ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം കൂടുതലാണ്. മറ്റത് പുണ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. ആരും വിശന്നിട്ട് മരിക്കാൻ പാടില്ല. ആരും മനസ്സിൻ്റെ അതീവ ദുഃഖം അനുഭവിച്ചുകൊണ്ട് മരിക്കാൻ പാടില്ല. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ജന്മങ്ങളിലും ആത്മഹത്യ വേണ്ടി വരും. സംസാരം തീരൂല. അതിൻ്റെ പാപം എന്ന് തീരണോ പറയാൻ പറ്റില്ല. അങ്ങനെ തീർന്നാലേ പിന്നെ അങ്ങനെ അല്ലാത്തൊരു ജന്മം കിട്ടുള്ളൂ. വിശന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് മുക്തിയില്ല. അതിന് കാരണക്കാരായിട്ടുള്ള മറ്റാർക്കും മുക്തിയില്ല. രാജാവായാലും വേണ്ടില്ല, രക്ഷിതാക്കളായാലും വേണ്ടില്ല, അയൽക്കാരായാലും വേണ്ടില്ല, അവർക്കൊന്നും മുക്തിയില്ല. അങ്ങനെയാണ് പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മൾ പഠിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരു അധ്യായമെങ്കിലും കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ട്, കുട്ടികളും വലിയവരും നിർബന്ധമായിട്ടും വായിക്കണം എന്ന് പറയാൻ കാരണം. പുരാണങ്ങളെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ വളരെയധികം ഗുണപരം ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പുരാണം വായിക്കാതെ കണ്ടിരിക്കരുത്. പുരാണത്തെ പഠിക്കണം, അതിനെ ആശ്രയിക്കണം. അപ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരും. പിന്നീടുള്ള സമയങ്ങളൊക്കെ നാമത്തെ ജപിച്ചുകൊണ്ട്, നാമിയെ ആശ്രയിച്ചുകൊണ്ട്, നാമിയെയാണ് ആശ്രയിക്കേണ്ടത്. നാമത്തിലുള്ള നാമിയുണ്ട്. അപ്പോൾ ഏത് ലീല, എൻ്റെ കുറവെന്താ, ഈ കുറവ് ഏതൊരു ഭക്തനെ എപ്രകാരത്തിലാണ് മൂർത്തിഭേദം വരമായിട്ട് അനുഗ്രഹിച്ചു കൊടുത്തത്, അത് അറിയണച്ചാൽ പുരാണം അറിയണം. എന്നിട്ട് ആ നാമം വേണം ജപിക്കാനായിട്ട്. മൂർത്തിഭേദങ്ങൾക്കൊക്കെ ധാരാളമുണ്ട്, സഹസ്രനാമങ്ങളുണ്ട്. അച്യുത, അനന്ത, ഗോവിന്ദ, ദാമോദര, 12 നാമങ്ങൾ. കേശവായനമ, നാരായണായനമ, 16 നാമങ്ങൾ. മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതകൾ. നാമങ്ങൾ ധാരാളം. രാമനായാലും കൃഷ്ണനായാലും ഹരിയായാലും കലിസന്ധരണ മന്ത്രായാലും അനവധി നാമങ്ങളാണ്. ഏത് നാമം ജപിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനെ ഒന്നിങ്ങനെ വിശകലനം ചെയ്തിട്ട് എനിക്ക് ഇന്ന കുറവാണുള്ളത്, അപ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ ഇന്ന അവതാരമൂർത്തിയാണ് അത് ഇന്ന ഭക്തനെ വരമായിട്ട് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുള്ളത്, അപ്പോൾ ആ മൂർത്തിയെ ഭരിച്ചാൽ മതി എന്ന് തോന്നിയാൽ മതി. അത് പുരാണം പഠിച്ചാലേ അത് സാധ്യമുള്ളൂ. പുരാണം അറിഞ്ഞാലേ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സംസ്കൃതം വായിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ വേണം സംസ്കൃതം വായിക്കൽ? സംസ്കൃതം പഠിച്ചതിൻ്റെ ശേഷം സംസ്കൃതം വായിച്ചാൽ മതി. അല്ലെങ്കിൽ അറിയാവുന്ന ഭാഷയിൽ പഠിക്കുക. മലയാളമാണെങ്കിൽ മലയാളത്തിൽ പഠിക്കുക, വായിക്കുക. ഇംഗ്ലീഷാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, ഹിന്ദി വെച്ചാൽ ഹിന്ദി. അറിയുന്ന ഭാഷയിൽ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? മാതൃഭാഷ എന്ന് നിലയ്ക്ക് ജനിച്ചന്ന് മുതൽ അച്ഛനമ്മയും പറഞ്ഞു തരുന്ന ഭാഷ ഏതാ? സ്കൂളിൽ പഠിക്കുന്ന ഭാഷ ഏതാ? അതിൽ വേണം പഠിക്കാൻ. മറ്റത് ഒരു അന്തമില്ലാത്ത അവസ്ഥ, അത്രയേ ഉള്ളൂ. അനവധി ആൾക്കാരുണ്ട് പുസ്തകമൊക്കെ വായിച്ച് അതിനെ അത്ര ഗുണം കിട്ടില്ല. ഗുണമില്ല എന്ന് പറയാൻ പാടില്ല. ഗുണമുണ്ട്, പക്ഷേ അത്ര ഗുണമില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും സ്വഭാവം ഇതുപോലെ അല്ലല്ലോ വരിക. ഭാഗവതം പറയണ ആചാര്യന്മാർക്ക് കൂടി വ്യത്യാസം വരും. കാണാനില്ല. മത്സരം ഉണ്ടാവില്ല. നിർമ്മത്സരാണാം സദാം എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. സാത്വികരാവണം, സജ്ജനങ്ങളാവണം. കൃഷ്ണനെ കിട്ടിയത് കൊണ്ട് അവർ ഭാഗ്യവാന്മാർ എന്ന രീതിയിലേ അസൂയ പാടുള്ളൂ. കൃഷ്ണനെ കിട്ടാൻ ഞാനും ശ്രമിക്കും. അതാണ് ഈ 2 അധ്യായങ്ങളും പറയണത്. 10ഉം 11ഉം അധ്യായങ്ങൾ പറയണത് ഹസ്തിനാപുരത്തിലുള്ള ഈ കൗരവ പൗരജനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഗോപികൾക്ക് കൃഷ്ണനെ കിട്ടിയില്ലോ, അവരുടെ ഒരു ഭാഗ്യം. കൃഷ്ണപത്നിമാർക്ക് കൃഷ്ണനെ കിട്ടിയില്ലോ, അവരുടെ ജ്ഞാതി ബന്ധുക്കൾക്ക് കൃഷ്ണനെ കിട്ടിയില്ലോ, അവരുടെ ഒരു ഭാഗ്യം. ഞങ്ങൾക്ക് കുറച്ചു കാലമല്ലേ കിട്ടിയുള്ളൂ. ഈ ഗോപികമാരെങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് ഗർഗപുരാണം, ഗർഗഭാഗവതം പോലെയുള്ള ഗർഗസംഹിത, ഗർഗ മഹാഭാഗവതം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാലാണ് ഇത് മനസ്സിലാവുക.
11 ഗണങ്ങൾ, ഗോപികൾ, 110 ഗണങ്ങൾ, 110 കോടി ഗണങ്ങൾ, ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ടതിൽ. പല അവതാര കാലങ്ങളിൽ ജനിച്ചതായിട്ടുള്ള സ്ത്രീകൾ ഈ അവതാര പുരുഷനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അത് രാമനെ ആയാലും വേണ്ടില്ല, പരശുരാമനെ ആയാലും വേണ്ടില്ല, അവിടെ ശുണ്ഠിയൊന്നുമില്ല. ഓരോ അവതാരകാലത്ത് നരനാരായണന്മാരായാലും ഇവിടെ അതീവ തീവ്ര പരിവ്രാജകനാണ് നാരായണൻ. പക്ഷേ ആ നാരായണനെയും ഞങ്ങൾക്ക് വേണമെന്നാ. ഇനി അതേപോലെ തന്നെ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ മനുഷ്യ സ്ത്രീകൾ, കാട്ടാള സ്ത്രീകൾ, വാനര സ്ത്രീകൾ, ഇവരൊക്കെ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഏതൊക്കെ യുഗത്തിലാണോ, ഏതൊക്കെ അവതാരങ്ങളാണോ, ഏതൊക്കെ ഭക്തന്മാരെയാണോ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വീകരിച്ചത്, ആ കാലത്തൊക്കെ ഉള്ള സ്ത്രീകൾക്ക് ഭർത്താവായിട്ട് ഭഗവാൻ വേണം എന്ന് അവർ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ കൃഷ്ണാവതാരം ചെയ്യണ സമയത്ത് നിങ്ങൾക്കൊക്കെ ഭർത്താവായിട്ട് വരാം, അന്ന് നിങ്ങളൊക്കെ പല വേഷങ്ങളിൽ വന്നോളൂ. അങ്ങനെയാണ് ഗോപികമാരായത്. അർഹതപ്പെട്ട രീതിയിലാണ് ഭഗവാൻ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തത്. ജാരബുദ്ധിയാണ് ഗോപികൾക്ക് കൊടുത്തതെങ്കിൽ ഭർത്തൃ പദവിയാണ് പത്നിമാർക്ക് ഭഗവാൻ സ്വയം ചെയ്തു കൊടുത്തത്. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അപ്പോൾ അസൂയ എന്നുള്ളത് എനിക്കും ഭഗവാനെ അങ്ങനെ കിട്ടണം, അതിന് ഞാൻ പണിയെടുക്കണം, ഭഗവാനെ നല്ലോണം അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലേ ഭഗവാനെ കിട്ടുള്ളൂ. അതിന് പുരാണം പഠിക്കുക തന്നെ വേണം, വായിക്കുക തന്നെ വേണം. ആ വായിക്കാനുള്ളൊരു പ്രേരണയാവട്ടെ. വീണ്ടും പറയണു, സംസ്കൃതമല്ല, അറിയാവുന്ന ഭാഷയിൽ, അത് സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം, അറിയാവുന്ന ഭാഷയിൽ നല്ലോണം പഠിക്കുക. പഠിച്ചതിൻ്റെ ശേഷം സംസ്കൃതത്തെ ആശ്രയിച്ചോളൂ. അതല്ലെങ്കിൽ പ്രയോഗങ്ങൾക്ക് സംസ്കൃതത്തെ ആശ്രയിച്ചോളൂ. ഞാൻ നല്ലോണം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ഒരു അധ്യായം ഞാൻ സംസ്കൃതം വായിക്കും, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ മലയാളം വായിക്കാം. അതാ ശരി. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതല്ലെങ്കിൽ ഞാൻ വ്യാഖ്യാനത്തോട് കൂടിയിട്ട് സംസ്കൃതം മാത്രമേ വായിക്കാറുള്ളൂ. ഈ വ്യാഖ്യാനത്തിനാണ് അതിൻ്റെ പ്രാധാന്യം. അന്വയം, അർത്ഥം, സാരം, വിശദീകരണമായിട്ടുള്ള വ്യാഖ്യാനം. വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വ്യാഖ്യാനങ്ങളും ഒരേപോലെ ആവില്ല. വീക്ഷണകോണിൽ വ്യത്യാസം ഉണ്ടാവും. ഒരേ ശ്ലോകത്തിൽ തന്നെ പല അർത്ഥങ്ങളുണ്ടാവും. വ്യാഖ്യാതാവ് ഏത് അർത്ഥമാണോ കണ്ടത് അതാണ് വ്യാഖ്യാനിക്കുക. എല്ലാ അർത്ഥവും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ചിലർ ഭക്തി പ്രാധാന്യമായിട്ട് വ്യാഖ്യാനിക്കും, ചിലർ താത്വികമായിട്ട് വ്യാഖ്യാനിക്കും, ചിലർ പ്രായോഗികമായിട്ട് പ്രയോഗിക്കാൻ വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കും. സകാമഭക്തരും നിഷ്കാമഭക്തരും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെയും കൂടി മനസ്സിലാക്കാറാവണം, അപ്പോഴേ ശരിക്കും ഭാഗവതം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഭാഗവതം വായിക്കുമ്പോൾ സംസ്കൃതം ഒരധ്യായം വായിക്കുകയാണെന്ന് വെച്ചാൽ മലയാളം 10 അധ്യായം വായിക്കണം. ജപം 1000 ജപം ചെയ്താലാണ് ഒരു ഹോമത്തിന് അർഹതയുള്ളൂ. അങ്ങനെയാണ് കണക്ക്. 100 ജപം ചെയ്താലേ അർച്ചനയ്ക്ക് ഹോമമുള്ളൂ, അർച്ചനയ്ക്ക് മറ്റേ വകുപ്പുള്ളൂ, അതിനുള്ള തുല്യബലം കിട്ടുള്ളൂ. അപ്പോൾ ജപം എന്നുള്ളത് വളരെ കൂടുതലാണ്. ഇപ്പോൾ 10-1 മനനം, ജപം, അർച്ചന, ഹോമം 4ആയി. അപ്പോൾ 3 പൂജ്യം അധികം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹോമത്തിന് ഫലമുള്ളൂ. അപ്പോൾ അത്രയും ഉണ്ടെന്ന് അർത്ഥം. ആ രീതിയിൽ ഭാഗവതത്തെ ആശ്രയിക്കുക. ഇപ്പോൾ ഈ 2 അധ്യായം രാമരാജ്യം പോലെ യുധിഷ്ഠിരൻ ഭരിച്ചു എന്നും ഈ പൗരവ സ്ത്രീകൾ മുഴുവൻ കൃഷ്ണൻ്റെ മഹാത്മ്യത്തെ പറഞ്ഞത് വേദസാരം തന്നെ ആയി എന്നുള്ളതും, പിന്നെ പോകുന്ന വഴിക്ക് ദ്വാരകയിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ നാട്ടിലെ എല്ലാ ജനങ്ങളും, ഏതൊക്കെ രാജ്യത്തു കൂടിയാണോ പോയത് അവിടുത്തെയുള്ള എല്ലാ ജനങ്ങളും അവരവർക്ക് കിട്ടിയത് മുഴുവൻ ഭഗവാനാൽ തരപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് അവനവനെ തന്നെ സമർപ്പിക്കുക എന്ന രീതിയിലാണ് കാഴ്ചകൾ സമർപ്പിച്ചത്. അതൊക്കെ ഭഗവാൻ സ്വീകരിച്ചു. അനുഗ്രഹം നോട്ടം കൊണ്ട്, തൊട്ടുകൊണ്ട്, സ്മരണം കൊണ്ട്, അങ്ങനെയൊക്കെയാണ് അനുഗ്രഹം വരിക.
അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഹിമാലയത്തിലിരുന്ന് ഓങ്കാരം ജപിക്കുന്നതായിട്ടുള്ള ഒരു മഹർഷി നമ്മുടെ ഒരു കാര്യത്തെ അവിടെ ഇരുന്നിട്ട് ഭഗവാനോട് പറഞ്ഞ് നടത്തി തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളെങ്ങനെയാണ് ആവശ്യപ്പെട്ടത്? നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ഋഷി താതാത്മ്യം വന്നതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ പൂർവികനാവാം. ആ ഋഷി നമ്മെ നമ്മുടെ ഈ കുറവ് എന്തോ ആവശ്യം എന്തോ അത് ഭഗവാനിൽ നിന്ന് നേടിത്തരും. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം അതാണ് സ്മരണം. സ്മരണം കൊണ്ടുള്ള അനുഗ്രഹം, നോട്ടം കൊണ്ടുള്ള അനുഗ്രഹം. ശ്രീകൃഷ്ണൻ ആ കാളിന്തിയിലെ വിഷം കുടിച്ച കുട്ടികളെ നോട്ടം കൊണ്ടാണ് രക്ഷിച്ചത്. നോട്ടം കൊണ്ടുള്ള നിഗ്രഹാനുഗ്രഹം, അത് ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ സൈന്യങ്ങൾക്കും നോട്ടം കൊണ്ട് ജീവനെ എടുത്ത് അത് സാരൂപ്യമുക്തി കൊടുക്കേണ്ടായത്. സ്പർശനം കൊണ്ടുള്ളത് ഗോപികമാർക്ക്, കൃഷ്ണപത്നിമാർക്ക്, സഖാക്കൾക്ക്, കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരുണ്ട്, മറ്റേ അർജുനാദികളുണ്ട്, പാണ്ഡവർ, ഇവരൊക്കെ സതീർത്ഥ്യർ, സുധാമാവിനെ പോലുള്ളവർ സ്പർശനം കൊണ്ട്, മറ്റു പലതുകൊണ്ടുണ്ട്, ഇതില്ലായിട്ടല്ല. അച്ഛനമ്മമാർ സ്പർശനം കൊണ്ട്, വാക്കുകളെ കൊണ്ട്, അർജുനൻ, ഉദ്ധവൻ വാക്കുകളെ കൊണ്ട്, ഉദ്ധവോപദേശം, ശ്രീമദ് ഭഗവത്ഗീത, അനുഗ്രഹങ്ങൾ പലതരത്തിലാണ്. ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തത് ഷെയ്ക്ക് ഹാൻഡ്, സുധാമാവിനെ ആലിംഗനം ചെയ്തു, പൂജിച്ചു. രുക്മിണിയെ 4 കൈകൊണ്ട് ഉയർത്തി ഒന്ന് വീണപ്പോളേ, എപ്പോഴാണ് വീണത്? കർഹിജല അധ്യായത്തിൽ നല്ലോണം തലോടി കൊടുത്തു. അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ സ്ഥാനത്തുള്ള മഹാഗുരുക്കൾ, ഗുരുക്കന്മാർ, അതേപോലെ സജ്ജനങ്ങൾ, ഭക്തന്മാർ, പരമഹംസന്മാരായിട്ടുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ള സൂരികൾ, ഇവരൊക്കെ ഇതേപോലെയാണ് അനുഗ്രഹിക്കുക. സന്യാസിമാർ കാല് തലയിൽ വെച്ചിട്ട് അനുഗ്രഹിക്കുക. മഹാബ്രാഹ്മണർ കയ്യ് ശിരസിൽ വെച്ചാണ് അനുഗ്രഹിക്കുക. ഭഗവാൻ തൻ്റെ ഭക്തന്മാർ പ്രഹ്ലാദനെ 2 കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ്. കാളിയൻ്റെ, മഹാബലിയുടെ ഒക്കെ ശിരസിലാണ് ഭഗവാൻ കാല് വെച്ചിട്ട് അനുഗ്രഹിച്ചത്. അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ അറിയണം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവർ സമർപ്പണങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവർ പറയുന്ന വാക്കുകളും വേദസാരമായി. അതേപോലെ വിയോഗം, അനവധി കാലമായി ഭഗവാൻ ഇവിടുന്ന് പോയിട്ടേ. ദ്വാരകയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പത്നിമാർ തൊട്ടുള്ള ഓരോരുത്തരും അവർക്ക് ഓരോ നിമിഷം ഓരോ യുഗം പോലെ ഭഗവാൻ ഇല്ലാത്തതുകൊണ്ട് ദീർഘിച്ചേർന്നു. ഭഗവാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തെ അവർ ഭഗവാനുള്ള സ്തുതിയാക്കിയിട്ട് മാറ്റി. ഭഗവാൻ അവരെയും സ്വീകരിച്ചു. ആ വിയോഗം അത് സാരമില്ലാണ്ടാക്കി. ഇങ്ങനെയാണ്. അപ്പോൾ അത് നല്ലോണം അറിയണം. അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്, സംസ്കൃതം മാത്രം വായിച്ചാൽ പോരാ. സംസ്കൃതം വായിക്കേണ്ട എന്നല്ല പറഞ്ഞത്, അർത്ഥം കൂടി അറിഞ്ഞുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പ്രത്യേകം പറയണു. ഒറ്റ വ്യാഖ്യാനമല്ല, പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. വീക്ഷണകോൺ വളരെ വ്യത്യാസമുണ്ട്. ഒരു ശ്ലോകത്തിന് 5ഉം 6ഉം അർത്ഥങ്ങളൊക്കെ വരും. അപ്പം അതിനെ അറിഞ്ഞുകൊണ്ട് പഠിക്കുക. അപ്പോഴേ ഭാഗവതനാവുള്ളൂ. മറ്റത് ഭാഗവതം കക്ഷത്ത് വെച്ച് നടക്കും. അതിൻ്റെ ഉള്ളിലെ ഈ നിധി എന്താണോ അത് കിട്ടില്ല, ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. മനസ്സിന് സന്തോഷം തരുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവർക്കും വാക്കുകളിലൂടെ അല്ല കൊടുക്കാൻ സാധിക്കുക. ചിലർക്ക് ഈ മാൻ പവർ കൊണ്ട് സേവനമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുക. ചിലർക്ക് ധനം കൊടുത്തിട്ട് സഹായിക്കാനാണ് സാധിക്കുക. ഓരോരുത്തർക്കും ഓരോന്നാണ്. അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിൽ സന്തോഷം കിട്ടുന്നുണ്ടോ? അതാണ് ഭാഗവതന്മാർ. അതാണ് ഭാഗവത തത്വം. പരോപകാരാർത്ഥം ഇതം ശരീരം. പരോപകാരം ചെയ്യൽ പുണ്യമാണ്. വ്യാസൻ്റെ വാക്ക. പരോപകാരായ പുണ്യായ. ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത് വേണം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അത് ശരിയാണ്. പക്ഷെ അതുപോരാ. അന്യന് വേണ്ടിയിട്ട് ഉപകാരം സേവനമായിട്ട് തന്നെ ചെയ്യണം. അപ്പോഴേ ഇതിന് ഫലമുള്ളൂ.
അതിന് ഈ 2 അധ്യായം പ്രേരകമാകട്ടെ. രണ്ടും ഒരുമിച്ച് വായിച്ചു പോവാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓ നമോ നാരായണായ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം അധ്യായം 10. ഓം ദ്രൗണിതൻ ബ്രഹ്മാസ്ത്രപേടിയെ തീർക്കയും പാണ്ഡവർ രാജ്യം ഭരിക്കയും ചെയ്യവേ രാമരാജ്യം പോലെയാക്കി യുധിഷ്ഠിരൻ 6 ഋതു നന്നായി സർവം സമൃദ്ധമായി. ശ്രീകൃഷ്ണൻ ദ്വാരകായാത്രയ്ക്കൊരുങ്ങവേ കുന്തി സുഭദ്രയും പാഞ്ചാലി ഉത്തര പാണ്ഡവരും കൃപർ ഗാന്ധാരി ധൗമ്യനും കൃഷ്ണവിരഹം സഹിയാതെ കേണുപോയി. വാദ്യഘോഷങ്ങളും നാമജപങ്ങളും ദുഃഖമകറ്റി കുരവയാൽ സ്ത്രീകളും അർജുനൻ ഛത്രവും ഉദ്ധവൻ ചാമരം ബ്രാഹ്മണർ വേദസ്തുതിയാലും തുഷ്ടരായി. കൗരവ സ്ത്രീകൾ പറഞ്ഞു ദുഃഖത്തോടെ വേദസാരം ശ്രേഷ്ഠവാക്കുകൾ ദീനരായി. മുഗുണ ചേർച്ചയ്ക്കു മുന്നേ പരംപുമാൻ മാത്രമേയുള്ളൂ ശ്രീകൃഷ്ണൻ തന്നെ ഇത്. സൃഷ്ടിച്ചു ലീലയാൽ കാണും പ്രകൃതിയെ വേദവുമോദി ചരാചര രക്ഷകൻ. ആത്മലയത്തിനായി ജ്ഞാനം പകർന്നതും യോഗിതൻ ലക്ഷ്യവും വാസുദേവൻ സദാ. നമ്മുടെ ചിത്തവും ശുദ്ധമാക്കി ഹരി വേദാർത്ഥം തന്നെ ഈ ശ്രീകൃഷ്ണലീലകൾ. ദുഷ്ടരാജാക്കന്മാർ ചെയ്യും അധർമ്മവും തീർത്തു കൃഷ്ണൻ യുദ്ധലീലയാൽ മൃത്യുവാൽ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. സാത്വികധർമ്മം നിലനിർത്തി കേശവൻ യാദവനായി വന്നു ഗോകുലം തന്നിലും പിന്നെ മധുരയിൽ ദ്വാരക തന്നിലും. ഭൂമി മുഴുവനും ശാന്തി നൽകി ഹരി. ദ്വാരകാവാസികൾ കൃഷ്ണനെ കാണവേ സ്വർഗം നിഷേധിച്ചു പുണ്യസുകൃതികൾ. ഗോപികൾ ഗോപരം ഭാഗ്യത്തെ നേടിയോർ പാദസേവ കൊണ്ട് പാപം നശിച്ചവർ. രുക്മിണി കാമർ ശിശുപാലസാൽവരും തോറ്റുപോയി കൃഷ്ണന്റെ ലീലയാൽ ഭോഗികൾ. കന്യകളാം 16,000 പേരും കൃഷ്ണവധുക്കളായി 8 പേർ വേറെയും. വേദാധികാരമില്ലാത്ത ഈ സ്ത്രീകളും ധന്യരായി കൃഷ്ണന്റെ പത്നിമാരാകയാൽ തന്നെ സ്തുതിച്ചു നമിക്കുന്ന സ്ത്രീകളും. കാരുണ്യനോട്ടത്താൽ രക്ഷിച്ചു കൃഷ്ണനും രാജായുധിഷ്ഠിരൻ കൃഷ്ണൻ അകമ്പടി ചേർത്തു ഒരക്ഷൗഹിണി സേനയെങ്കിലും. വേണ്ടെന്നു ചൊല്ലി മടക്കി ഗോവിന്ദനാൽ പിന്നെ യമുന കടന്നുപോയി യാദവൻ. പാഞ്ചാലം ജാങ്കലം ശൂരസേനം കുരുനാടുകൾ താണ്ടി സരസ്വതി തീരവും പിന്നീടു സന്ധ്യയോടെത്തി കടൽക്കരെ ദ്വാരക തന്നിൽ സ്വരാജ്യത്തിലേറുവാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സ്കന്ധം 1 അധ്യായം 10 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു 15 കൊല്ലം കഴിഞ്ഞിരിക്കണം. അന്ന് ഒരു ഗ്രന്ഥമാവും ഇത് എന്നുള്ളത് വിചാരിക്കുന്നുണ്ടായില്ല. സാമ്പത്തിക കാര്യങ്ങൾ, മറ്റേ പല പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതുക അങ്ങനെ ഒരു മോഹമൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ സംഗ്രഹിച്ച് ഓരോരുത്തർ എഴുതിയതാണ്. പിന്നെ അതിനെ മുഴുവൻ രണ്ടാമത് വിസ്തരിച്ച് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അതിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 36 ശ്ലോകങ്ങളെയാണ് 12 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത്. ഇനി അടുത്തത് 39 ശ്ലോകങ്ങളെയാണ് 17 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത്. അപ്പോൾ സംഗ്രഹിച്ചു. എല്ലാ അധ്യായങ്ങളും ഇതുപോലെ സംഗ്രഹിച്ചിട്ടില്ല. ചിലത് മൂലത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ശ്ലോകങ്ങൾ ഞാൻ ഈ അധ്യായങ്ങളിൽ ചിലപ്പോൾ ചേർത്തുണ്ട്. കാരണം ചിലത് വിശദീകരിക്കാൻ അന്ന് അങ്ങനെയാണ് എഴുതിയത്. അങ്ങനെയാണ് കൂടുതൽ പ്രാധാന്യമുള്ള അധ്യായങ്ങളെ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം, വാങ്ങിയിട്ടത് വായിക്കണം. അതേപോലെ യൂട്യൂബിൽ 2000 ചില്ലാനും 2100-ലധികം വീഡിയോസ് ഉണ്ട് എൻ്റെ. അതിൽ ഗർഗഭാഗവതമൊക്കെ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് കൊടുക്കാൻ വശമല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ആ സാങ്കേതികവിദ്യ ഒന്നും പഠിച്ചിട്ടില്ല. അതെങ്ങനെയൊക്കെയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരാൾ സഹായിക്കാനുമില്ല. എല്ലാവരും നമ്മളെ എതിർത്തും കൊണ്ടാണ്. ഞാൻ പുസ്തകം എഴുതിയത് തെറ്റ് എന്ന് പറഞ്ഞ മഹാചാര്യന്മാർ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും അത്ര ബഹുമാനമില്ല. ഇപ്പോൾ പണ്ടുണ്ടായിരുന്നു, വളരെയധികം ബഹുമാനിച്ചു കൊണ്ടായിരുന്നായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാവരെയും ഒരേപോലെ കാണണം. എല്ലാവർക്കും ഒരേപോലെയല്ല കഴിവുള്ളത്. വീക്ക്നെസ് ഉണ്ടാവും. ആ വീക്ക്നെസ്സിനെ
ഈ ഗുരു കണ്ടുപിടിച്ചിട്ട് പറ്റുമെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക, ഒഴിവാക്കുക, അതിനെ ഗൗനിക്കണ്ട, അത്രയേ വേണ്ടൂ. അതാണ് യഥാർത്ഥത്തിലുള്ള ഗുരു. എല്ലാവരും ഗുരുക്കന്മാരൊന്നുമല്ല, ആചാര്യന്മാരൊക്കെ ഗുരുക്കന്മാരല്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ ഗുരുവല്ല, ആചാര്യനല്ല. അതിന് കാരണങ്ങളുണ്ട്, അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഞാനതിനെപ്പറ്റി ഒരു നല്ല വേദം എന്താണോ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ സംഗ്രഹം, അതിൻ്റെ സംഗ്രഹമല്ല, ഏറെക്കുറെ അതിൻ്റെ അതേ അർത്ഥം തന്നെ, 3 or 4 റിക്വറ്റാണ്. അതെവിടെയായിരിക്കണം എന്ന് ചോദിച്ചാൽ വേദപണ്ഡിതന്മാരോട് ചോദിക്കണം, അത്രയേ ഉള്ളൂ. കീർത്തനാക്കിയിട്ടുണ്ട് ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക്. വേദത്തിനെക്കുറിച്ച് എന്താണോ പറയേണ്ടത് അതിനെ വിശദമായിട്ട് അതിൻ്റെ അർത്ഥവും സാരവും വ്യംഗ്യവും ശ്രേഷ്ഠവും ഗൂഢവും മർമ്മവും പറഞ്ഞു കൊടുക്കാൻ അറിയുന്നയാളാവണം ഗുരു. എല്ലാറ്റിൻ്റെയും ഏത് ശ്ലോകം ഏത് റിക്കെടുത്ത് പറഞ്ഞാലും അത് പറഞ്ഞു കൊടുക്കാൻ തരാണം, അതാണ് ഗുരു. അതാണ് ഗുരുനാഥൻ്റെ. അത് ഞാനൊരു കീർത്തനാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, എൻ്റെ പുസ്തകത്തിലുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എന്നോട് ഒരു ആചാര്യൻ ചോദിച്ചത്, ഇതൊക്കെ അതിലുള്ളതാണോ ചോദിച്ചു. എന്നുവെച്ചാൽ അതും അറിയില്ല. അപ്പോൾ അങ്ങനെയാണ്. ഈ സന്യാസിമാരാണ് ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അവരോട് കൂടുതൽ പുച്ഛമുണ്ട് എനിക്ക്. നല്ല സന്യാസിമാർ, നല്ല സുഹൃത്തുക്കൾ ആയിട്ട് ധാരാളമുണ്ട്, അത് വേറെ. അവർ പാണ്ഡിത്യമുണ്ട്, അവർക്ക് ഈ തോന്നലുണ്ടാവില്ല. പക്ഷേ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, അവരോടാ പുച്ഛം, അത്രയേ ഉള്ളൂ. ജീവിക്കാൻ വേണ്ടിയിട്ട് അത് ശരിയല്ല. നമ്മൾ സമൂഹത്തിൽ വന്നത് എന്തിനാ? അതിൻ്റെ കർത്തവ്യങ്ങൾ മുഴുവൻ നിറവേറ്റുക. വേഷം കെട്ട് വേണ്ട, അത്രയേ ഉള്ളൂ. ആ അഡ്രസ്സ് വേണ്ട, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യണമൊക്കെ ശരിയാണ്. പരോപകാരമാണ് വേണ്ടത്, അന്യോപദ്രവമല്ല വേണ്ടത്. അതേപോലെ മറ്റവനെ ചൂഷണം ചെയ്യുക, വീക്ക്നെസ് ഉണ്ടാവേ, അപ്പോൾ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യുക, അതൊരു സൂത്ര വഴിയാണ്. മറ്റവൻ പണിയെടുക്കണു, അവിടുന്ന് വിഹിതം വാങ്ങണു, അതിനുള്ളൊരു വേഷം കെട്ട് സന്യാസി വേഷം അത് ചെയ്യാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പണിയെടുക്കുക, ജീവിക്കുക, അതിൻ്റെ കൂലി വാങ്ങുക, അത്രയേ ഉള്ളൂ. പറഞ്ഞു വന്ന് വേറൊന്നുമില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഭാഗവതം രചിച്ചത് എന്നുള്ളത്, ഭാഗവതം രചിച്ചിട്ടില്ല ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വാക്കുകളെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചപ്പോൾ അതിൻ്റെ ആ അധ്യായങ്ങളുടെ സാരമായിട്ട് അത് തോന്നി, അതുകൊണ്ട് അത് കൂട്ടിച്ചേർത്തു, അത് ഗ്രന്ഥമായി. അപ്പോൾ ചില അധ്യായങ്ങൾ വളരെ വിസ്തരിച്ച് തന്നെ, ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ചില വ്യാഖ്യാനങ്ങൾ ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതും അതിൻ്റെ ഗുണമാണ്. സ്തുതികളൊക്കെ നല്ലോണം വിസ്തരിച്ചിട്ടുണ്ട്. അതേപോലെ ദശമം, ഏകാദശം ഒക്കെ പരമാവധി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ മുഴുവൻ സത്വം ചേർക്കണം എന്നുദ്ദേശിച്ച് ചേർത്തിട്ടുണ്ട്. വായിക്കുമ്പോൾ, യജ്ഞമായിട്ട് വായിക്കുമ്പോൾ എല്ലാവരും ഉത്സാഹത്തോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് വായിക്കാവുന്നതുകൊണ്ട്. മലയാളമാണ്, ലളിതമായിട്ടുള്ള ഭാഷയാണ്, ഒരു ഒഴുക്കുണ്ട്. അപ്പോൾ ആൾക്കാർ സ്വയം വായിക്കും. പരിഹാരങ്ങളായിട്ട് വായിക്കാറുണ്ട്, വീടുകളിൽ വായിക്കാറുണ്ട്, ഇല്ലങ്ങളിൽ വായിക്കാറുണ്ട്. പിന്നെ അവരവർ സ്വയമേവ ഇത് എല്ലാ ദിവസവും വായിക്കുന്നവരുണ്ട്. പിന്നെ ഈ ഒരധ്യായം മൂലം വായിക്കും, ഒരധ്യായം എൻ്റെ മറ്റേ പുസ്തകം വായിക്കും, അങ്ങനത്തെവരുണ്ട്. അതേപോലെ നിങ്ങളും ഇത് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ശ്രീ ഗുരുവായൂരപ്പ. ഓം. അധ്യായം 11. ഓം. പാഞ്ചജന്യം എന്ന ശംഖൂതി കൃഷ്ണനും ദ്വാരക തന്നിൽ പ്രവേശിച്ചു പാലകൻ വന്നു പ്രജകൾ വരവേൽക്കാനുത്സുകർ കാഴ്ചകളേകി അതിതുഷ്ടർനാഥരായി കൃഷ്ണപാദങ്ങളിൽ വീഴുന്നു ഞങ്ങളും ആശ്രയമാരുണ്ട് ഞങ്ങൾക്കീ ഭൂമിയിൽ ബ്രഹ്മാദികൾ പോലും അങ്ങേ നമിക്കവേ സംസാരം താണ്ടാൻ കൊതിച്ചജ്ഞർ ഞങ്ങളും ദേവകൾക്കും അങ്ങേ കാണാൻ കഴിയുമോ യാദവ കൃഷ്ണനായി ഞങ്ങൾക്കിടയിലും സുന്ദരഗാത്രൻ നിറപുഞ്ചിരി സ്നേഹം കൊണ്ടു രക്ഷിക്കുന്നു ദ്വാരകാനാഥനായി സൂര്യനില്ലെങ്കിൽ ഈ കാഴ്ചകളെങ്ങനെ അങ്ങില്ലയെങ്കിൽ ദിനം കൽപ്പമാണിഹ അങ്ങു പോയാൽ ശൂന്യം തന്നെ ഈ ജീവിതം എന്നോതി 8 ഗണം യദുവംശജർ ദാശാർഹ കുകുര മാധുര അർബുദ ഭോജ വൃഷ്ണി അന്ധക മധു ശൂരസേന അർഹർ, ഇങ്ങനെ 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള യാദവരാണ് ഉള്ളത്. അതൊക്കെ ഏതോ ഒരു കണക്ക് പ്രകാരം, അതിനൊരു കണക്കുണ്ട്. ആ കണക്കാണ് ഒക്കെ 110 കോടി എന്നാണ് പറയാറ്. ഗോപികൾ 110 കോടിയാണ്, ഗോപന്മാർ 110 കോടിയാണ്, യാദവർ 110 കോടിയാണ്. അപ്പോൾ അതിനെ ഒരു മാത്തമാറ്റിക്കലി എന്തോ ഒരു സംഖ്യയുമായിട്ട് ഒരു
ബന്ധമുണ്ട്. അത് വേദവുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത്രയും എന്തോ ആണ് അത് നമ്മിലൊക്കെ ഉണ്ട്. ഓരോരുത്തരിലും ഈ 110 കോടിയുണ്ട്. ആഗ്രഹങ്ങളാവാം, സെൽസാവാം, അതല്ലെങ്കിൽ പലതും ഈ ജന്മങ്ങളെയൊക്കെ അനുസരിച്ചുള്ള എന്തെങ്കിലും ബാക്കികളാവാം. ആ ബാക്കികളൊക്കെ ഭാഗവതത്തെ ആശ്രയിക്കുന്നവർക്ക് ഗർഗഭാഗവതവർക്കും പറയുന്നുണ്ട്, ഭാഗവതത്തെ കൂടി വായിക്കണം നിങ്ങളെന്ന്. ഭാഗവതത്തിൽ പറയുന്നുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയെ കൂടി വായിക്കണമെന്ന്. അപ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാ പുരാണങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ 8 ഗണം യാദവര്, അതേപോലെയുള്ള സേവന എല്ലാവരും അങ്ങനെയാണ്. ഭഗവാനെ സേവിക്കുക എന്ന ഒരേ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് എല്ലാവരും ഭഗവത് സംബന്ധികൾ മുഴുവൻ, പാണ്ഡവരായാലും ശരി, കൃഷ്ണപത്നിമാരായാലും ശരി, ഗോപികമാരായാലും ശരി, അന്ന് ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എല്ലാവരും, പശുവൃന്ദങ്ങൾ, സസ്യജാലങ്ങൾ, സകലരും ഒരേപോലെ ഭഗവാനെ ഇഷ്ടപ്പെടുന്നു, സേവിക്കുന്നു. അത് കാണിച്ചു തരാണ്. അതേപോലെ ഋതുക്കൾ, ഗ്രീഷ്മായാലും വർഷമായാലും ശരത്തായാലും ശിശിരായാലും വസന്തായാലും ഹേമന്തായാലും ഒരേപോലെ സർവകാല സുഖപ്രദം ആയിട്ടാണ് അന്ന് ചെയ്തു കൊടുത്തത്. വേനലാച്ചാൽ അതികഠിനമില്ല, വർഷാച്ചാൽ അതിവർഷമില്ല, മഞ്ഞ് അതിശൈത്യമില്ല. സാമാന്യന ശരത്കാലം പോലെ. അത് എത്രത്തോളം ശുദ്ധം, അതാണ് നിർമ്മലം. ഈ ചന്ദ്രൻ ഒരു ലേശം ഇങ്ങനെ ഭൂമിയുടെ അടുത്തെത്തും അത്രേ ശരത്കാലത്ത്. അപ്പോൾ പൗർണമി ദിവസങ്ങളിൽ ചന്ദ്ര ആ ദർശനം കിട്ടുമ്പോൾ, ചന്ദ്രൻ്റെ പ്രകാശം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു വല്ലാത്ത എത്ര ചീത്ത ആളുകൾക്കും സദ്ബുദ്ധി തോന്നുത്രേ. കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ലേശം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാൽ പോലും അത് നന്നായിട്ട് വരുന്നു. വെള്ളം ശുദ്ധമായിട്ട് കാണും. പച്ചപ്പുകൾ, സസ്യജാലങ്ങൾ, പക്ഷിമൃഗാദികളൊക്കെ മനുഷ്യരും ഒരേപോലെ തന്നെ ഒരു നിർമ്മല ചിത്തന്മാരായിട്ട് വരും. അതൊക്കെ ഈ ശരത്കാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ എന്നും കൊടുത്തു എന്നാണ്. സ്വർഗസമാനമീ ദ്വാരക തന്നിലായി 6 ഋതുഫല പുഷ്പവും ലഭ്യമായി എന്നും അലങ്കൃതം വീഥിയും ഗേഹവും കോലം വരകൾ ഇല ഓല തോരണം. ഇപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, 2 തരത്തിലുള്ള ഉപമയാണ്. സ്വർഗം പോലെ ദ്വാരക. അപ്പോൾ ദ്വാരക എന്നുള്ളത് ഗോലോകം പോലെയോ വൈകുണ്ഠം പോലെയാണ്. ഇത് താഴെയാണ്, സ്വർഗത്തിൻ്റെ അവസ്ഥ താഴെയാണ്. എന്നിട്ടും അങ്ങനെ ഒരു ഉപമ കൊടുക്കാറുണ്ട്. കാരണം എന്താ, വളരെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് സ്വർഗ്ഗമാണ് കേമം എന്ന് വിചാരിച്ചിരിക്കണവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ താഴെ ഉള്ളത് അത് കേമമാക്കിയിട്ട് പറയണത്. 2 തരത്തിലുള്ള ഉപമയുണ്ട്. അപ്പോൾ ഇത് ഒരു വിശേഷാലങ്കാരമാണ്. അതിശയോക്തി അലങ്കാരമായിട്ടാണ് വേണ്ടത്. ഇത് വിശേഷാലങ്കാരമാണ്. അപ്പോൾ അങ്ങനെ ഈ ഉപമയ്ക്ക് ഇതൊരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗം പോലെ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗമല്ല, ഇത് ദ്വാരക പോലെയോ വൈകുണ്ഠം പോലെയാണ്, വൈകുണ്ഠം പോലെയോ ഗോലോകം പോലെയാണ് ദ്വാരക എന്നുള്ളത് പ്രത്യേകം അറിയണം. കാരണം വൈകുണ്ഠത്തിൽ ഒരു നുള്ളു ഭൂമിയാണ് കടലിലിട്ടത്. ആ കടലിൽ ഈ ഭൂമി ശ്രീകൃഷ്ണനും ബലരാമനും താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിശ്ചയിച്ചത്. അത് കൊടുത്തത് ആനർത്തിന് വേണ്ടിയിട്ടാണ്. ആനർത്തൻ്റെ അച്ഛനായിട്ടുള്ള ഈ ശര്യാദി, നീ ഭൂമിയിൽ വസിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു നുള്ളു മണ്ണ് ഭഗവാന്റെ പ്രസാദം കിട്ടി വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭൂമിയിൽ താമസിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൊടുത്ത ഒരു നുള്ളു ഭൂമിയാണ്. അപ്പോൾ അതിലാണ് രേവതി ഉണ്ടായത്. ആ വംശത്തിൽ രേവതൻ്റെ പുത്രിയായിട്ട് ആ രേവതിയെ വിവാഹം കഴിക്കാൻ ബലരാമനാണ്. അപ്പോൾ ബലരാമന് താമസിക്കാനുള്ള സ്ഥലമാണ് അത്. ശ്രീകൃഷ്ണൻ കൂടി അവിടെ 100 യോജന വിസ്താരമുള്ള ഈ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള മോക്ഷദ്വാരമായിട്ടാണ്. അപ്പോൾ ഈ 100 എന്നുള്ളത് പൂർണ്ണം എന്നാണ്. അതേപോലെ 9 ലക്ഷം കൊട്ടാരം എന്നാണ്. 9 ലക്ഷം കൊട്ടാരം എന്ന് വെച്ചാൽ ഈ ദേഹത്തിൻ്റേതായിട്ട് ചില കണക്കൊക്കെ ഉണ്ട്. ആ കണക്കിനനുസരിച്ച് അതൊക്കെ മാത്തമാറ്റിക്കലിയാണ് 9 ലക്ഷം കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയത്. അത്രയും കാലമാണ് അതിൻ്റെ ആയുസ്. ഈ ദ്വാരകയുടെ ആയുസ് അതും അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരമാണ് അതിൻ്റെ ആയുസ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്.
ഉപമയാണ്. സ്വർഗസമാനം എന്ന് പറയുമ്പോൾ സ്വർഗ്ഗമല്ല, ഗോലോകോ അല്ലെങ്കിൽ വൈകുണ്ഠോ പോലെയാണ് ദ്വാരക. അവിടെ കുശസ്ഥലി എന്ന് പേര് വരാൻ തന്നെ കാരണം യാഗപൂജാദികൾ ചെയ്യാതെ കണ്ട് തന്നെ അതിൻ്റെ ഫലത്തെ കിട്ടും. കൃഷ്ണമൃഗം ഉള്ള സ്ഥലത്ത് യാഗം വേണ്ട, അത്രയും പുണ്യം അവിടെ ഉണ്ട്. അതാണ് അതേ കൂട്ടത്തിലാണ് ഇവിടെ നിത്യം സന്നിഹിതോ ഹരി. അതാണ് സ്വർഗസമാനമീ ദ്വാരക തന്നിലായി 6 ഋതുഫല പുഷ്പവും ലഭ്യമായി. എന്നും അലങ്കൃതം വീഥിയും ഗേഹവും കോലം വരകൾ ഇല ഓല തോരണം പൂക്കൾ വിളക്ക് തൈരക്ഷതം തൊട്ടവ നല്ല സുഗന്ധം തളിച്ചും പുകച്ചുമായി. സുന്ദരം ഗ്രാമവും പട്ടണം വീഥിയും താണ്ടി കൃഷ്ണൻ എത്തി കൊട്ടാരം തന്നിലായി. തുഷ്ടരായി ചെന്നു വസുദേവർ അക്രൂരർ ഉഗ്രസേനൻ ബലരാമനും സാമ്പനും പ്രദ്യുമ്നനും മറ്റ് മക്കളും ബന്ധുക്കൾ ഒക്കെയും നന്നായി സ്വീകരിച്ചു മുതാ. ആനയും വിപ്രരും വേദമന്ത്രങ്ങളും സുന്ദരിമാർ ചേർന്ന് ആനയിച്ചു ഉടൻ. ആലിംഗനം നമസ്കാരം കടാക്ഷവും ചൊല്ലി കുശലവും സംവാദം വേണ്ട പോൽ. ഒരു ആളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണകുംഭം തൊട്ടുള്ള ഓരോന്ന് വഴിയിലൊക്കെ അണിയുക തുടങ്ങിയിട്ടുള്ളത്. അക്ഷതം വിതറുക, പൂക്കൾ വിതറുക, അതേപോലെ അലങ്കരിക്കുക, കുരുത്തോല തൂക്കുക, പിന്നെ ആനകളെ കൊണ്ട്, ബ്രാഹ്മണരെ കൊണ്ട്, കന്യകകളെ കൊണ്ട് സ്വീകരിപ്പിക്കുക, ഇങ്ങനെ പലതും ഉണ്ട്. ആ നിയമങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞു. രാജമാർഗം തന്നിലെത്തിയപ്പോൾ സ്ത്രീകൾ കാണാൻ കൊതിച്ചു. മുകളിലും താഴെയും കാത്തുനിന്നു കാഴ്ച നൽകി പലവിധം കണ്ടു മതി വരാതുള്ള കൃഷ്ണതനു. ദ്വാരകയിലുള്ളവരും കൂടിയും അങ്ങനെ കൊടുത്തു എന്നാ. ചിലവർ കണ്ണുകളെ കൊണ്ട് കൊടുത്തു, ചിലവർ ദ്രവ്യങ്ങളെ കൊണ്ട് കൊടുത്തു, ചിലവർ നമസ്കാരാദികളെ കൊണ്ട് കൊടുത്തു. ഇതൊക്കെ കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മളെ കൊടുക്കുകയാണ് വേണ്ടത്. അത് എന്ത് കൊടുത്താലും വിരോധമില്ല. ഇതൊക്കെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഗുരുക്കന്മാരെ കാണുമ്പോൾ ചെയ്യേണ്ടതാണ്. ലക്ഷ്മി വസിക്കും തിരുമാറും നെറ്റിയും പൂങ്കവിൽ കാതും ചുകന്നുള്ള ചുണ്ടുകൾ ദേവകൾ കൈകളിൽ കാലിലായി വിഷ്ണുവും ആശ്രയിക്കാൻ പാദം ഭക്തർക്കു നീട്ടിയും. ഇനി ഭഗവാന്റെ ഒരു രൂപത്തെ, ഇവർ കണ്ടതായിട്ടുള്ള രൂപത്തെ പറയാണ്. ഇപ്പോൾ ഞാൻ എഴുതിയ ഈ കാകളി വൃത്തത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 7 രാഗങ്ങളിൽ പാട്ട് പഠിച്ചവർക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും എൻ്റേതായിട്ടുള്ള രീതിയിൽ പല രീതിയിൽ ഞാൻ പാടുന്നുണ്ട്. നല്ലോണം പാട്ട് പഠിച്ചവർക്ക് ഇത് ഒരു പ്രയാസവും കൂടാതെ കണ്ട് ഒന്നിങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ 7 സ്വരത്തിൽ എന്തായാലും പാടാം, 7 രാഗത്തിൽ പാടാൻ പറ്റും. പൊൻകിരീടം പൂണുനൂലും അരഞ്ഞാണം മഞ്ഞ വസനവും ശ്രീവത്സം കൗസ്തുഭം ഛത്രവും ചാമരം പുഷ്പവൃഷ്ടി സദാ നല്ല വനമാല ആഭരണങ്ങളും സൂര്യചന്ദ്രൻ മിന്നൽ രത്നം പോൽ ശോഭിതൻ സോമാർക്ക നേത്രവും മിന്നലിൻ വർണ്ണവും മിന്നൽ വസനമായി പൂണൂരിൽ മുഗുണം വെൺചാമരം സൂര്യൻ ആലവട്ടം ശശി സൂര്യനെ പോൽ വെള്ളഛത്രവും കണ്ടവർ നക്ഷത്രം പോലുള്ള പുഷ്പവൃഷ്ടിയതും തോന്നി മഴവില്ലായി മാറിൽ വനമാല ഈ പ്രപഞ്ചം കൃഷ്ണരൂപിയായി കണ്ടവർ. ഇപ്പോൾ ഈ ഒരു വെൺകൊറ്റക്കുട അത് സൂര്യനെ പോലെ, അതേപോലെ നക്ഷത്രം പോലെ, പുഷ്പവൃഷ്ടി ചെയ്യുന്ന പോലെ, അതായത് ഈ പൂക്കളിൽ എങ്ങനെ മിന്നിത്തിളങ്ങും. നമ്മൾ ചില ഗിൽറ്റ് പേപ്പറിലൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങില്ലേ പല ദിക്കുന്നും ലൈറ്റുകളൊക്കെ വരുമ്പോൾ. എന്ന കൂട്ടത്തിൽ ഭഗവാന്റെ ഈ വനമാലയായാലും രത്നഹാരങ്ങളായാലും അതൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് പതിക്കുകയാണോ എന്ന് തോന്നും എന്നാണ്. അതേപോലെ മഴവില്ല് പോലെ തോന്നി എന്നാണ് ആ മറ്റേ വനമാലയിലത്തെ പൂക്കളുടെ ഒരു പ്രത്യേകത. വിബ്ജിയോർ 7 കളറുകൾ ഒരേപോലെ അതിലുണ്ട്. കാരണം 6 ഋതുക്കളാൽ കോർത്തപ്പെട്ട മറ്റേ മാലയാണ്. അപ്പോൾ അത് അങ്ങനെ തോന്നിയെന്നാണ്. ഈ പ്രപഞ്ചം മുഴുവന് കൃഷ്ണനിൽ തന്നെ നിലനിൽക്കുന്നു ആ രൂപത്തിൽ. അതാണ് കൃഷ്ണൻ്റെ സൗന്ദര്യം. അതാണ് കൃഷ്ണനിൽ സർവ്വരും നിൽക്കുക, സർവ്വതും നിൽക്കുകയാണ്. ജീവജാലങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സസ്യജാലങ്ങളായാലും സൂര്യൻ തൊട്ടുള്ള ഊർധ്വ ലോകങ്ങളിലുള്ള നക്ഷത്ര രാശി എല്ലാം ഉണ്ടല്ലോ, പലതും മുഴുവൻ കൃഷ്ണനിലാണ് നിൽക്കുന്നത്. പഞ്ചഭൂതങ്ങൾ മുഴുവൻ കൃഷ്ണനിലാണ് നിൽക്കുന്നത്. അതാണ് ഈ പ്രപഞ്ചം കൃഷ്ണരൂപിയായി കണ്ടവർ രാത്രി പകൽ ഭേദമില്ലാതെ കണ്ടവർ കാർവർണ്ണനെ ഭഗവാനെ ശ്രീകൃഷ്ണനെ യാത്ര കഴിഞ്ഞെത്തി കൊട്ടാരം തന്നിലായി കൃഷ്ണൻ നമിച്ചു പിതാവിനെ അമ്മയെ. ചെന്ന വഴിക്ക് ആദ്യം ചെയ്തത് അച്ഛനെയും അമ്മയും നമസ്കരിക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാക്കി തോന്നണം.
അച്ഛനെയും അമ്മയും നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാട്ടോ എന്ന് അച്ഛനമ്മ അവർ പറയുകയും ചെയ്യും. കാരണം ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ അച്ഛനെയും അമ്മയും നമസ്കരിക്കലേ. അപ്പോൾ പിന്നെ എൻ്റെ കുട്ടികളും വേണ്ടാന്നേ തോന്നും. അതൊക്കെ ഫോർമാലിറ്റിയാണ് എന്നാണ്. അതങ്ങനെയല്ല, വേണം, നമസ്കരിക്കണം. അതെന്തിനാത്? ഈ നമസ്കാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല, നമസ്കരിക്കുക എന്ന ബുദ്ധി അവരിലുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. ഗുരുക്കന്മാരെ നമസ്കരിക്കുക, സതീർത്ഥ്യനെ നമസ്കരിക്കാം ആലിംഗനത്തോടൊപ്പം, ശിഷ്യനെ നമസ്കരിക്കാം. സാന്ദീപനി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്, ശിഷ്യനെ നമസ്കരിക്കണം, പ്രജകളെ നമസ്കരിക്കണം. രഘുഗണൻ എല്ലാവരെയും നമസ്കരിക്കുന്നത് ശിശുഭ്യോ നമ എന്നാണ്. പിഞ്ച് കുട്ടികൾക്ക്, 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ബ്രഹ്മമാണ്, അവർക്ക് യാതൊരു കളങ്കമില്ല. 2 വയസ്സായുള്ള കുട്ടിയെ സ്കെയിൽ കൊണ്ട് തച്ചപ്പോൾ ആ കുട്ടിക്ക് അപ്പോഴേ വേദന ഉണ്ടായുള്ളൂ. പിന്നെ അതേ ആ ആയയുടെ അടുത്ത് പോയി, ബിസ്ക്കറ്റ് തരൂ, കളിക്കുകയല്ലേ. പിഞ്ച് കുട്ടികളാണ്, അവർ ഈശ്വരനാണ്. ഈശ്വരഭാവത്തിൽ ആണോ പെണ്ണൊന്നും വ്യത്യാസമില്ല അതിൽ. എന്തിന്? മറ്റേ പാമ്പായാലും പശുവായാലും ആനക്കുട്ടിയായാലും പൂച്ചക്കുട്ടിയായാലും നമ്മുടെ കുട്ടികളായാലും ആ പിഞ്ചു കുട്ടികളോടുള്ള ഒരു താല്പര്യം, അത് അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ കണ്ണുകളിൽ, അവരുടെ ചേഷ്ടകളിൽ ഈശ്വരഭാവം കാണാം. അത് കാണണം നമ്മൾ. എന്നിട്ട് അവരെ ആ രീതിയിൽ വേണം സ്നേഹിക്കുകയും സമർപ്പിക്കുകയും ലാളിക്കുകയും. ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്നെ ബ്രഹ്മഭാവത്തിലോ പുത്രഭാവത്തിലോ കണ്ടോളൂ. അതന്നെയാ വാക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവർ സ്വീകരിച്ചത്? കണ്ണീരു കൊണ്ടു കുളിപ്പിച്ചു കൃഷ്ണനെ, പത്നിമാർക്കാൽ നനച്ചശ്രുബിന്ദുക്കളാൽ, വേർപാടുമില്ല വ്യസനവുമില്ലതിൽ, പാദസേവയ്ക്കവർ മോഹിച്ചു സർവഥാ. അക്ഷൗഹിണി 18 നശിപ്പിച്ചു ആയുധമേന്താതെ കൃഷ്ണൻ മഹാരഥൻ, ലൗകികനായി മഹായോഗി ഗൃഹസ്ഥനായി, പത്നിമാരെ തുഷ്ടനാക്കി വരദനായി, പാടുപെട്ടു അവർ കൃഷ്ണൻ മതിക്കുവാൻ സാക്ഷിയായി നിന്നു ഹരി മതിപ്പിക്കുകയും, ലൗകികരായി സ്ത്രീകൾ നാട്യമറിയാതെ പൂർണ്ണ സമർപ്പിത ചിത്തരായി ധന്യരായി. അതാണ് വേണ്ടത്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഭഗവത് സേവകൾ മുഴുവൻ നമ്മുടെ മനസ്സിനെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നു, ലീനഭാവം വരുന്നു, അപ്പോഴാണ് ഭഗവാന്റെ പ്രസാദം കിട്ടുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ചെയ്തത് മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചിട്ട് പഞ്ചാര പായസം നന്നായിട്ടോ എന്ന് പറയലല്ല. നമ്മുടെ മനസ്സിന് ഈ പഞ്ചാര പായസം എത്രത്തോളം സ്വാദുള്ളതായി പ്രസാദം കഴിക്കുമ്പോൾ, ഇത് ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ പരിഹാരങ്ങളോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ചോദിക്കാറുണ്ട്. മറ്റേ ഗണോദ്യമത്തിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ട് നന്നായിട്ടില്ലേ, സ്വാദുണ്ടോ, എങ്ങനെയാ? അപ്പോൾ ചില ഏക്കിൽ പറയും നല്ലോണം സ്വാദുണ്ടെന്ന് പറയും. അപ്പോൾ ചില ഏക്കിൽ പറയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഭഗവാൻ സ്വീകരിച്ചു വെച്ചാലാണ് ഇതിൻ്റെ സ്വാദ് കിട്ടുക. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് വന്നിരിക്കണം, നിങ്ങൾ ആരും അകത്ത് പുറമേക്ക് പോകരുത്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ സ്വീകരിക്കുക. പരിഹാരം ചെയ്യുമ്പോൾ അടുത്ത ആളുകൾ ഇരിക്കണം, എന്നിട്ടേ അത് കൊടുക്കാൻ പാടുള്ളൂ. കൊടുക്കുമ്പോഴാണ് അതിൻ്റെ റിട്ടേൺ കിട്ടുക. അവിടെ സ്വാർത്ഥബുദ്ധി ആർക്കുമില്ല, ആചാര്യനുമില്ല, ഈ ക്ലയൻസിനുമില്ല. അത് ഭഗവാൻ സ്വീകരിക്കുമ്പോഴാണ് അതിന് പ്രസാദത്തിന് സ്വാദുണ്ടാവുക. ഒരു പക്ഷേ ഇത്തിരി വയ്ക്കുമ്പോൾ നേരെ ആയില്ല വെച്ചാലും ഈ കൊടുക്കൽ വേണ്ട രീതിയിൽ സമർപ്പിച്ചു വെച്ചാൽ അതിന് സ്വാദ് കൂടെ ചെയ്യാം. ഒക്കെ അനുഭവമുണ്ട്. കരിഞ്ഞ പായസം കൊടുത്തിട്ട് നല്ല സ്വാദോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി എന്ന് വിചാരിച്ച് കൊടുത്ത പദാർത്ഥം നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് നന്നായിട്ടുണ്ട്. പക്ഷേ അതിന് സ്വാദുണ്ടായില്ല. എന്താ കാരണം? കൊടുക്കൽ നേരെയില്ലേ. അത് തന്നെയാണ് പ്രാധാന്യം. അനുഭവിച്ചിട്ടുണ്ടാവും, ഭക്തന്മാർക്കൊക്കെ ഈ അനുഭവം ഉണ്ടാവും. യഥാർത്ഥത്തിലുള്ള ഭക്തന് ഈ അനുഭവം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാവണം നമ്മുടെ ഭാഗവത സ്വീകരണവും. അതിന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അറിയാവുന്ന ഭാഷയിൽ പുരാണത്തെ എല്ലാ ദിവസവും വീടുകളിൽ നിർബന്ധമായിട്ട് പഠിക്കുക, വായിക്കുക, തമ്മിൽ ചർച്ച ചെയ്യുക. ഒരു അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് പറ്റുവെച്ചാൽ TV ഓഫാക്കിക്കൊണ്ട്, മൊബൈൽ ഓഫാക്കിക്കൊണ്ട്, അന്യന്മാരുള്ള സംസാരത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇത് ചർച്ച ചെയ്യുക. എല്ലാ ദിവസവും വീട്ടിൽ ഒരു നേരമെങ്കിലും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുക. തമ്മിലുള്ള സംസാരം
അവരവരുടെ കുറ്റങ്ങൾ, കുറവുകൾ, സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബഹളം കൂട്ടി ഉണയിക്കുമെന്നാണ് പറഞ്ഞത് ഭഗവാനെ. അപ്പോൾ ആ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവില്ല, ഡൈവേഴ്സ് വേണ്ടി വരില്ല, ഭാഗം വെക്കേണ്ടി വരില്ല, ഭാഗവതത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഭാഗം വെക്കേണ്ടി വരില്ല, സുഖമായിട്ട് കൂട്ടുകുടുംബമായിട്ട് തന്നെ ജീവിക്കാം. ആകെ കൂട്ടുകുടുംബം വെച്ചാൽ അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. പരമാവധിയും മരുമക്കൾ കുറച്ച് കാലം ഇതിൽ കൂടെ ഇല്ല. ഇതിന് ഈ ഭാഗവത പഠനം അത് വേണ്ട രീതിയിലാകുമാറായി തീരട്ടെ. സ്കന്ധം 1 അധ്യായം 11 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.